ഞാനിന്ന് വന്നിരിക്കുന്നതേ ഒരു വ്യത്യസ്ത വീഡിയോയുമായിട്ടാണേ. ഇതാ നോക്കിക്കേ, ഒരു 3 ബോട്ടിൽ നിറച്ച് വെള്ളം നിറച്ച് ഞാൻ വച്ചിട്ടുണ്ട്. ഇത് വെള്ളമല്ല, ഇത് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയതാണ്. ഇത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ സാധാരണക്കാരുടെ വീട്ടിൽ, എല്ലാവരുടെ വീട്ടിലൊന്നും AC കാണത്തില്ല. സാധാരണക്കാരുടെ വീട്ടിൽ അങ്ങനെ പക്ഷേ AC ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ കറണ്ട് ബില്ലിൻ്റെ ഇതിൽ ആൾക്കാരൊക്കെ AC കുറച്ചാണ് ഉപയോഗിക്കുന്നത്. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അത് ഓഫ് ചെയ്യുന്നു. കറണ്ട് ബില്ല് അത്രത്തോളമാണ് കയറി വരുന്നത്. അപ്പോൾ ACയോ ഫാനോ ഒന്നും ഇല്ലാതെ തന്നെ സുഖമായിട്ട് നല്ല കൂളിങ്ങിൽ നമുക്ക് കിടന്നുറങ്ങാനായിട്ടുള്ള ഒരു വിദ്യയാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ബോട്ടിലുകളിൽ വെള്ളം നിറച്ച് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുക്കുക. കട്ടയാക്കി എടുത്തിട്ട് രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്ലേറ്റിലോ ഒരു ചരുവത്തിലോ ഇതുപോലത്തെ ഈ ബോട്ടിൽ വെച്ചിട്ട് ഈ അടപ്പങ്ങ് തുറന്നിട്ട് കട്ടിൻ്റെ അടിയിലോട്ട് അങ്ങോട്ട് ഇവരെ 3 എത്ര കുപ്പി ഉണ്ടോ അതെല്ലാം കൂടെ ഈ ചരുവത്തോടു കൂടിയോ അല്ലെങ്കിൽ പാത്രത്തോടു കൂടിയോ കട്ടിൻ്റെ അടിയിലോട്ട് അങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് ഫാൻ ഇട്ടില്ലെങ്കിലും വേണ്ടൂല, വെറുതെ ജനലും വാതിലും എല്ലാം ക്ലോസ് ചെയ്യണം. ഇതിൻ്റെ തണുപ്പ് നല്ലവണ്ണം നമുക്ക് രാവിലെ വരെ ഇതിൻ്റെ തണുപ്പ് ആ റൂമിൽ തങ്ങി നിൽക്കും. രാവിലെ ആകുമ്പോൾ ഈ ഐസ് ക്യൂബെല്ലാം അലിഞ്ഞ് വെള്ളമാവുകയും ചെയ്യും. നമ്മുടെ റൂമിനകത്ത് ശരിക്കും കൂളിങ് നിൽക്കുകയും ചെയ്യും. AC അപ്പുറമായിട്ടുള്ള കൂളിങ്ങാണ് നമുക്ക് കിട്ടുന്നത്. ഇത് അനുഭവിച്ചറിഞ്ഞതാണ്. ഞങ്ങളിത് എന്നും പരീക്ഷിക്കുന്നതാണ്. 2 ദിവസത്തിലൊരിക്കൽ ഞങ്ങൾ ഇങ്ങനെയാണ്, ഫാന് പോലും ഇടാതെ ഇതിൻ്റെ ഈ തണുപ്പ് കൊണ്ട് കൊതുക് പോലും റൂമിനകത്ത് കയറത്തില്ല. നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കാം. ശരിക്കും ഇത് നിങ്ങൾക്ക് നല്ല ഒരു ഉപയോഗമുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളിതെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഓക്കെ, കുപ്പിക്കകത്ത് വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ട് കട്ടിൻ്റെ അടിയിലോട്ട് ഇത് കയറ്റി വയ്ക്കുക. എന്നിട്ട് ഫാൻ ഇട്ടില്ലെങ്കിലും, ഫാൻ വേണമെങ്കിൽ കുറച്ച് സമയം ഇടാം, ഫാൻ ഇട്ടില്ലെങ്കിലും ഇതെല്ലാം ഈ ഐസ് കട്ട അലിഞ്ഞു തീരുമ്പോൾ രാവിലെ ആവും. അതുവരെ നമ്മുടെ റൂമിനകത്ത് നല്ല കൂളിങ്ങും ഉണ്ടായിരിക്കും. ഓക്കെ, ബൈ.